ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ആലുവ ഉദയാശ്രമത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഈ സമ്മേളന അധ്യക്ഷൻ ബഹുമാന്യരായ സ്വാമിജിമാരെ, ഇവിടെ എത്തിച്ചേർന്ന പ്രിയ ആത്മ സഹോദരങ്ങളെ, എല്ലാവർക്കും ഗുരുനാമത്തിൽ പ്രണാമം അർപ്പിക്കട്ടെ. വിശ്വഗുരുവായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ചരിത്ര ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. എല്ലാ മതങ്ങളെയും ഏകത്വ ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുകയും ആ ഏകത്വ ബോധത്തിൽ നിന്നുകൊണ്ട് അദ്വൈത ദർശനത്തിൻ്റെ സമഗ്രതയിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് സമർത്ഥിക്കുകയും മതങ്ങൾ തമ്മിലുള്ള വാദങ്ങൾ ഒക്കെ അസ്തമിച്ച് പരസ്പരം അറിയുവാനും അറിയിക്കുവാനും എല്ലാ മതങ്ങളെയും പഠിപ്പിച്ച ഒന്നാണ് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെത്. അദ്വൈത ദർശനം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗരിമയോടുകൂടി ഈ ഭാരത മണ്ണിലാണ് ഉദ്ഭവിച്ചത് എങ്കിലും എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സമഗ്രത അദ്വൈത ദർശനത്തിന് കൈവന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ കരസ്പർശത്തോടു കൂടിയാണ് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ ആണ് അദ്വൈത ആചാര്യനായി ലോകം ഉദ്ഘോഷിക്കുന്ന ശ്രീ ശങ്കര ഭഗവത് പാദർ അവതാരം ചെയ്തത് എങ്കിലും അദ്ദേഹത്തിൻ്റെ മാർഗവും പ്രായോഗിക രീതിയും മറ്റൊരു തരത്തിൽ തന്നെയാണെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. വാദവും ജയവുമായി ശ്രീ ശങ്കരാചാര്യർ ആസേതു ഹിമാചലം ദിഗ്വിജയം നടത്തിയപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ഈ പെരിയാറിൻ്റെ തീരത്ത് പ്രഖ്യാപിച്ചത്, എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും ആണ് എന്നാണ്. അപ്പോൾ വാദവും ജയവും ഒരായുധം താഴെ വെക്കുന്നത് പോലെ വാദം ജയം അതവിടെ താഴെ വെക്കുകയും അറിവിലേക്ക് എല്ലാ മതങ്ങളെയും ശ്രദ്ധ തിരിച്ചുവിടുകയും ഗുരു ചെയ്തു. എത്തരത്തിൽ നോക്കിയാലും ചരിത്രപരമായ വലിയൊരു വഴിമാറലാണ് നമുക്കതെന്ന് കാണുവാൻ സാധിക്കും. കാരണം വാദവും ജയവും ആ ജയത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആയുധ സംഹിതകളും ഒക്കെയുള്ള മതങ്ങൾ തമ്മിൽ ഈ ആധുനിക യുഗത്തിൽ കലഹിച്ചാൽ എന്താകും ലോകത്തിൻ്റെ അവസ്ഥ? കലഹത്തിന് പ്രത്യേകമായി ഒരു മാർഗം അന്വേഷിക്കുന്ന ആധുനിക യുഗത്തിൽ മതം കൂടി ഒരു കലഹം മാർഗമായേക്കും എന്നുള്ള ആശങ്കയിൽ നിന്നുമാണ് എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി ഗുരു പരിശ്രമിക്കുന്നത്. അനുകമ്പ ദശകം എഴുതുമ്പോൾ തന്നെ എല്ലാ മതങ്ങളെയും ഗുരു സമന്വയിപ്പിക്കുന്നുണ്ട്. പരമാർത്ഥം മുരച്ചു തേരുവിടും പൊരുളോ ഭൂത ദയാ ക്ഷമാബ്ദിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ എന്ന് തുടങ്ങി ലോകത്തൊന്നറിയപ്പെടാനിടയുള്ള എല്ലാ മതഗ്രന്ഥങ്ങളെയും മത ആചാര്യന്മാരെയും ഒരേ ഒരു നൂലിലേക്ക് ഗുരു കോർക്കുകയാണ്. അനുകമ്പയില്ലാത്ത മതങ്ങളും ഉള്ള മതങ്ങളും എല്ലാം അതിലുണ്ടെങ്കിലും ഗുരു അവയെല്ലാം ക്ഷണിക്കുകയാണ് അനുകമ്പയുടെ ലോകത്തേക്ക്. എല്ലാ മതങ്ങളുടെയും അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിൽ ഉള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും എന്ന് ഗുരു അനുകമ്പാദശകത്തിൻ്റെ അവസാനം സമർത്ഥിക്കുന്നുണ്ട്. ഏതൊക്കെ മതങ്ങൾ ഏതൊക്കെ ആശയത്തോടുകൂടി വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ രൂപപ്പെട്ടാലും അവയുടെ എല്ലാം ആശയം ഒന്ന് തന്നെയാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ സമർത്ഥിക്കുന്നുണ്ട്. എല്ലാ മതത്തിൻ്റെയും ആശയം മനുഷ്യ നന്മയാണ്, അനുകമ്പയാണ്. ആ നന്മ ഉണ്ടാകുന്നത് പരമമായ അനുകമ്പയിൽ നിന്നുമാണ്, കരുണയിൽ നിന്നുമാണ്. അപ്പോൾ കലഹത്തിൻ്റെ മാർഗങ്ങൾ വിട്ട് മതങ്ങളെ കൂടി ഗുരു പഠിപ്പിക്കുകയാണ്. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ എന്താണ്? വയലാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? ഈ മണ്ണിൽ നിരത്തെഴുത്തിനിരുന്നപ്പോൾ എന്ന് വയലാർ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മനുഷ്യത്വത്തെ മതങ്ങൾ എപ്പോഴെപ്പോൾ തള്ളിപ്പറഞ്ഞോ അപ്പോൾ മതങ്ങളിലേക്ക് ഗുരു കടന്നു ചെല്ലുകയാണ് മനുഷ്യത്വത്തിൻ്റെ സന്ദേശവുമായി. മതങ്ങൾ നിലകൊള്ളുന്നത് ഈശ്വര ദർശനത്തിനാണ്, സത്യ ദർശനത്തിനാണ്.
ആ സത്യദർശനം ഉണ്ടാകുന്നത് അവനവനിലും മറ്റുള്ളവരിലും ഉള്ള സത്യത്തെ തിരിച്ചറിയുമ്പോഴാണ് എന്ന് ഗുരു സമർത്ഥിക്കുന്നുണ്ട്. ആത്മോപദേശ ശതകം തുടങ്ങി ഗുരുദേവ കൃതികളൊക്കെ പഠിച്ചാൽ നമുക്കറിയാം അദ്വൈത ദർശനത്തിന്റെ സമഗ്രത. ആ സമഗ്രത ആത്മോപദേശ ശതകത്തിൽ നിറഞ്ഞ് പ്രകാശിക്കുന്നുണ്ട്. നിലമൊടു നീരതുപോലെ കാറ്റുതീയും വെളിയുമഹങ്കൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകുമുയർന്ന് അറിവായി മാറിടുന്നു. എല്ലാം ഉലകും ഉയർന്ന് ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം ആകവേ ഈ അറിവിൽ അസ്തമിച്ചെന്താണ്? അറിവ് മാത്രമായി പ്രകാശിക്കുന്ന ആ അദ്വൈത ബോധത്തിൽ നിന്നുമാണ് ഗുരു ഈ ലോകത്തെ നോക്കിക്കണ്ടതും എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് സമർത്ഥിച്ചത്. അവിടെ യാതൊരു വിധത്തിലുള്ള ഭേദബുദ്ധിയും ഗുരുവിന്റെ സത്യദർശനത്തിൽ കാണുന്നേയില്ല. അപ്പോൾ വെറും ഒരു സർവമത സമന്വയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എല്ലാവരും ഒന്നായി പോകണം എന്നുള്ള സാമൂഹികമായ ആവശ്യത്തിന് വേണ്ടി ഒരു മൗലവിയെയും ഒരു സ്വാമിയെയും ഒരു ക്രിസ്തുമത പുരോഹിതനെയും ഒക്കെ വിളിച്ചിരുത്തി നടത്തുന്ന വെറും ഒരു ചടങ്ങല്ല അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനം. മറിച്ച് അതിനപ്പുറം ആ അദ്വൈത ദർശനത്തിന്റെ സമഗ്രതയിൽ നിന്നുകൊണ്ടുമാണ് ഗുരു എല്ലാ മതങ്ങളെയും ഒന്നാക്കി ചേർക്കുന്നത്. ആ ഒരു രീതിയിൽ സർവമതത്തിന്റെ സമന്വയത്തെ നോക്കിക്കാണുമ്പോൾ അദ്വൈത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രതയിൽ നിന്നുകൊണ്ട് സർവമത സമ്മേളനത്തിൽ നോക്കിക്കാണുമ്പോൾ വളരെയേറെ ആഴവും പരപ്പുമാണ് നമുക്ക് സർവമത സമ്മേളനത്തിൽ ദർശിക്കാനാവുക. അത്തരത്തിൽ നോക്കിക്കാണുവാനുള്ള ഒരു കണ്ണ് നമ്മുടെ പുതിയ ലോകത്തിന്, ആധുനിക യുഗത്തിലെ പുതിയ തലമുറയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ദർശനത്തെ കടന്നു കാണുവാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ വന്നപ്പോഴാണ് ഈ വിഷയത്തെ പറ്റി കാണുന്നത്. നിർവൃതി പഞ്ചകം, അദ്വൈത ദർശനവും അതിൻ്റെ സമഗ്രതയും നിർവൃതിയും ഒക്കെ ആയിട്ട് എന്താണ് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഈ നിർവൃതി അനുഭവത്തിൽ നിന്നുമാണ് എല്ലാം ഒന്നാണ് എന്നുള്ള അനുഭവം ഗുരുവിനുണ്ടാകുന്നത്. ആ ഒന്നാണെന്നുള്ള ഏകത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണ് മതങ്ങളെയും മനുഷ്യരെയും സർവ്വ ചരാചരങ്ങളെയും ഗുരു ഒന്നാക്കി ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുഭൂതി ഗുരുവിന് സിദ്ധിച്ചു. അത് ഏത് തരത്തിലാണ് ആ നിർവൃതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറുക, മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുക, അദ്ദേഹത്തിന് എന്താണ് ലോകത്തോട് പറയാനുള്ളത് എന്നൊക്കെ ഈ കൃതിയിൽ വ്യക്തമായും ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കൃതിയെപ്പറ്റി എന്താണ് മാതാജി സമഗ്രമായി പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അപ്പോൾ അദ്വൈത ദർശനത്തിൻ്റെ നൂതനമായി പ്രകാശിക്കുന്ന ഈ ആലുവ പുഴയുടെ തീരത്തുള്ള മണ്ണിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ മറ്റാരും പറയാതെ തന്നെ ചിത്തശുദ്ധി ഉള്ള ഒരാൾക്ക് അദ്വൈത അനുഭവത്തിൻ്റെ നേരിയ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കാരണം ഗുരു ദീർഘനാൾ വാസം ചെയ്യുകയും പലരോടും ഒറ്റുപുഴ കൃഷ്ണപിള്ള അടക്കമുള്ള ആത്മാനന്ദ സ്വാമികൾ, സത്യവ്രത സ്വാമി തുടങ്ങിയ അനേകം സശിഷ്യന്മാരുമായി ഒരുമിച്ച് ഇവിടെ ദീർഘകാലം വസിച്ച് അദ്വൈത ദർശനം പകർന്നു കൊടുത്ത അദ്വൈതി പാദസ്പർശം ചെയ്ത മണ്ണ് എന്ന് മാത്രമല്ല ദീർഘകാലം സന്നിധാനം ചെയ്തുകൊണ്ട് ലോകത്തോട് അദ്വൈത ദർശനം വിളിച്ചു പറഞ്ഞ എല്ലാ മതങ്ങളെയും സമന്വയിപ്പിച്ച ഈ മണ്ണിൽ എത്തുന്നത് തന്നെ നമ്മുടെ എല്ലാം പരമഭാഗ്യമാണ്. ഇതിനെല്ലാം അവസരമൊരുക്കിയ ആലുവ അദ്വൈതാശ്രമത്തിലെ ധർമ്മ ചൈതന്യ സ്വാമികൾക്കും ആശ്രമ പ്രവർത്തകർക്കും ഒക്കെ വളരെയധികം നന്ദിയും സന്തോഷവും അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഗുരുനാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പര്യവസാനിക്കുന്നു.